ഫൈനലി മള്ളി നമുക്കത് തിരിച്ചു കിട്ടി. പോടാ ഇറങ്ങാൻ കേട്ടാ. ഞാൻ പ്രാന്തനുള്ള എന്നെ തുറന്നു വിട്. ഈ മൊത്തത്തില് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയില് ആദ്യമായിട്ടാണ് മോർച്ചലിലേക്ക് ഒരു ഉപയോഗം വരുന്നത് ഈ സിറ്റിയിൽ. ஒரு பறவை அது பேரு பருந்த அந்த பருந்து கீழ 100 பசங்க. കണ്ടിട്ടില്ലേ? ഞാന് കണ്ടിട്ടില്ല ശരിക്കും. ഹലോ 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 മള്ളി. ആ ചോട്ടു പറ. ചോട്ടമല്ല മള്ളി, ഒറിജിനൽ ഓജി ഇറക്കിയില്ലേ കഴിഞ്ഞ ആഴ്ച പുള്ളേ. നീ വന്നോ? മള്ളി വന്നോ? അതിലല്ലേ ഇറങ്ങിയത് എവിടെ? മള്ളി കമ്പാക്ക് മൊമെന്റ് എയർപോർട്ടിലുണ്ട്. ഞാൻ വരുന്നു, വണ്ടി എടുത്ത് പെട്ടെന്ന് വരാം. ഓ പെട്ടെന്ന് വരെ ലൊക്കേഷൻ. എയർപോർട്ട് ലാൻഡിംഗ് ലൊക്കേഷൻ. ഓക്കെ. Ramoro, thank you so much for the vertical gift. Original. Coach, care. Coach, care. Desto. Coach, airport mark ചെയ്തേ. വഴി അറിയോ നിങ്ങക്ക്? മാപ്പ് നോളജ് ഉണ്ടോ? ആ പെട്ടെന്ന് മാർക്ക് ചെയ്യാ. ഇത് ഈ മാർക്കറ്റിലേക്ക് എന്താണോ? ഇതൊക്കെ അറിയാപ്പ ടെസ്റ്റ് ചെയ്തല്ലേ. എല്ലാവർക്കും വെൽക്കം. കറക്റ്റ് മാറുള്ള ദിവസം തന്നെ ഇവൻ കേറി വന്നല്ലോടാ. എയർപോർട്ടില് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് കോച്ചിന്. അതെ ഇല്ല, ഇത് എനിക്ക് കോച്ചിന് തരണം. കോച്ച്, ഞാൻ ഒത്തിരി നാളത്തെ ആഗ്രഹം എനിക്ക്. കോച്ചിന് ഇത് നല്ലൊരു അസറ്റ് ആയിരിക്കും. നോ വാറന്നോ? നോ വാർ ഹോൾഡ് അല്ലേ? അല്ല വാർ FRP ഒക്കെ ഇതായി ഹോൾഡൊന്നും അല്ല. എടാ ഹലോ, വാർ ഹോൾഡ് ആണോ? അല്ലല്ലോ. എടാ 10 മിനിറ്റുള്ള എല്ലാവരും കേറാൻ പറയുന്നാ. PVP ഓഫ് ചെയ്ത് വെച്ചേക്കണോ? അപ്പൊ അവരോടൊന്ന് ചോദിച്ചേ എന്താന്ന്. അപ്പൊ അതുവരെ അയ്യോ കുഴപ്പമില്ല. PVP ഹോൾഡിലാണ്. ആ കുഴപ്പമില്ല. കുറച്ചു നേരം ഹോൾഡായിരിക്കട്ടെ. ഗണ്ണ് സ്നൈപ്പറാ? എന്താ കോച്ച്? ഗണ്ണ് സ്നൈപ്പർ വരുതാ? ഇല്ല, സ്നൈപ്പർ ഒന്നും വരുന്നില്ല. സ്നൈപ്പർ വന്നാൽ ഞാൻ അന്ന് RP കളിക്കുന്ന നിർത്തും കോച്ച്. മലയുടെ മുകളിൽ ഒളിച്ചിരുന്ന് ചുണ്ണിക്ക് വെടിവെച്ചിരുന്ന കളി. അതും മറ്റേ ഇതിനകത്തെ പോലെ, മറ്റേ പബ്ജിയെ മറ്റേ ഇതിനകത്തെ പോലെ ഒന്നും അല്ല. ഇത് എവിടുന്നാ വെടി വരുന്നതെന്ന് പോലും അറിയാത്തൊരു സാധനമാണിത്. ഇത് മേളിലാണോ പോണ്ടേ? എടാ ഞാൻ എയർപോർട്ടിൽ ഒരു കൊറിയർ മേടിക്കാൻ വന്നതാണേ. ഇപ്പൊ വരാം. നമുക്ക് പറത്തി അപ്പുറത്ത് കയറ്റാവേ, മേളിൽ കയറ്റാവേ. പിൻ മെസ്സേജ് ബ്രോ, ഇൻസ്റ്റ നോക്കണേ. യദു കൃഷ്ണ ബ്രോ, അർജന്റ് ഇൻസ്റ്റ നോക്കണേ. യദു കൃഷ്ണ ഇത് ബ്രോ എന്താ കാര്യം? അതെന്താണെന്ന് കാര്യം മോട്ട്സ് ആരെല്ലാം ചോദിച്ചേ? എന്താ കാര്യം എന്നൊന്ന് ചോദിച്ചേ ബ്രോ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ കാര്യം ജസ്റ്റ് ഒന്ന് ചോദിക്കൂ. അയ്യോ ഞാൻ ചാറ്റ് നോക്കിയാണ്. മറ്റേ ആക്സിഡന്റ് കേസാണോ? ആക്സിഡന്റ് അതാണോ? റിഗാർഡിങ് ആക്സിഡന്റ് കേസ്. ജോക്കർ ബ്രോ, അവന്റെ അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു? ഇവിടെ ഇല്ലേ സ്റ്റേറ്റ്? അല്ലടാ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. മോഡറേറ്റർ സാറിൽ അവന്റെ അക്കൗണ്ട് ഇതൊന്ന് പിൻ ചെയ്യും. റോക്കറ്റ് ലോഞ്ചർ വണ്ടി ഇറക്കി
നമ്മള്. അയ്യോ വെൽക്കം ബാക്ക് ഓജി. മുരളി വെൽക്കം ബാക്ക്. ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓ സോറി, വെൽക്കം, ഐ ആം ബാക്ക്. ലെറ്റ്സ് ഗോ. വണ്ടിക്കകത്ത് കയറി വണ്ടിക്കകത്ത്. ഞാൻ കോച്ചിന് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ഗിഫ്റ്റ്. കോച്ച് ഇത് ടേക്ക് കെയർ ചെയ്യണം. പക്ഷെ മള്ളി വണ്ടി ഇറക്കില്ലേ? ഇല്ല ഇത് വണ്ടി ഇറക്കിയല്ലേ മള്ളി? ഇത് ഇറക്കിട്ട് ഇപ്പൊ 1 വർഷമായില്ലേ? 1 വർഷമായോ? പിന്നെ കടമൊക്കെ പക്ഷെ തീർത്തല്ലേ? ഏതിന്റെ? ഇതിന്റെ കടം ഫുള്ള് തീർന്നതാണല്ലോ. അതൊക്കെ തീർന്നു. അതറിയാ മുണ്ടല്ലേ എടുത്തിരിക്കുന്നേ, നോക്കിയേ. പക്ഷെ മള്ളി വെൽക്കം ബാക്ക്. മള്ളി എനിക്കതല്ല പറയാനുള്ളത്. ഞാൻ ഒറ്റയ്ക്കല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ മള്ളി ഈ കമ്പാക്ക് അടിക്കാൻ ആരൊക്കെ ഉണ്ട് ടിവിയില്? ഇനി കംബാക്ക് അടിക്കാൻ പിത്തൽജി ആണോ? അല്ല, പിത്തൽജി ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്നാ മള്ളിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ആരാ? മരിച്ചുപോയ പിത്തൽജിയുടെ ബോഡി ഫൈനലി മള്ളി നമുക്കത് തിരിച്ചു കിട്ടി. അയ്യോ എങ്ങനെടാ കിട്ടിയത്? എന്റെ അമ്മോ, എന്റെ പൊന്നുകോച്ച്, ഇത് കിട്ടിയ കഥയൊന്നും ലോങ് സ്റ്റോറി. ഞാൻ വണ്ടി ചെറിയ ഒന്ന് മാറോ. എവിടുന്ന് കിട്ടി? മള്ളി കിട്ടിയത് തായ്ലൻഡിൽ നിന്നാണ്. അവിടുത്തെ ഒരു മ്യൂസിയം വെച്ചിരിക്കുന്നു മള്ളി. ആ പൂച്ചയുടെ എന്തെങ്കിലും അറിവുണ്ടോ? മള്ളി സംഭവില്ലേ, മരിച്ചത് എങ്ങനെയെന്നറിയാവോ? ഈ മ്യൂസിയത്തിൽ പോയപ്പോ അവിടെ വെച്ചിട്ട് പൂച്ചയ്ക്ക് വരെ മറ്റേ ചെറിയ കടുവയില്ലേ, കറുത്ത കടുവ, അതിനെടുത്ത് തോളിൽ വെച്ചതാ. ഈ സൈഡിലെ കഴുത്ത് കണ്ടോ? ഇല്ല. ഇതിപ്പോ ബോഡി എങ്ങനെ ഇത്ര നാൾ എങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ട്? മുള്ളി അതുകൊണ്ടാണ് അവർ മ്യൂസിയത്തിൽ വെച്ചത്. മുള്ളി ഈ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് പുഴുക്കാതെ കഴിഞ്ഞില്ലേ? എത്താ പുഴുക്കുവോ? ശരിയാ, വല്ല വസ്തു തൊലിക്കട്ടിയല്ലേ മള്ളി? ജീവിച്ചിരുന്നപ്പോ പൊഴുത്തിട്ടില്ല പിന്നല്ലേ. വാ വണ്ടി കയറി വാ, കൊണ്ടുപോ. ഞാൻ ഇതൊന്ന് എടാ സ്റ്റീവേ, യദു കൃഷ്ണ എന്ന് വെറുതെ സെർച്ച് ചെയ്ത ഒരുപാട് പേരുണ്ടാവൂടാ. എടാ യദു കൃഷ്ണ എന്ന് എഴുതാ ഒരുപാട് പേരുണ്ടാവൂടാ. ജസ്റ്റ് അവന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് ചോദിച്ചിട്ട്. അവന്റെ കറക്റ്റ് ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് പറയോ? എല്ലാരും കേട്ടോ? എല്ലാരും ഗാംഗോസ് വാ. നീല ചാറ്റ് ഇൻബോക്സ് നോക്കുന്നോ? DM നോക്കാം. അങ്ങനെ വരത്തില്ല ബ്രോ, അങ്ങനെ സെർച്ച് ചെയ്താൽ കാണിക്കത്തില്ല. എനിക്ക് കൊറേ റിക്വസ്റ്റ് ഉണ്ട്. എല്ലാരും ഗാംഗോസ് വാങ്ങ്. ഡെഡ് ബോഡി കൊണ്ട് മരിച്ചുപോയ ആൾക്കാർക്ക് സാധിക്കാൻ പറ്റാത്ത നമ്മള് മരിച്ചിട്ട് ചാടിച്ചു കൊടുക്കണമെന്നാണ്. എന്താണിപ്പോ പിത്തൽജിക്ക് സാധിച്ചു കൊടുക്കാത്തത്? നമ്മൾ എന്തായിരുന്നു ഉള്ളത്? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മള്ളി. ഇനിയിപ്പം ഈ സർച്ചിനെ കൂടി നമ്മൾ കുറച്ചുകൂടി കാണിച്ചൊക്കെ കൊടുക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ടും. ചന്ദ്രൻ വന്നിട്ടുണ്ടോ? ഇല്ല, അവനിപ്പോ അങ്ങനെ വരാറൊന്നും ഇല്ലടാ. അല്ല, ഉണ്ടായിരുന്നെങ്കിലേ ശവത്തിന് ഒരു ജീവിച്ചിരിക്കുന്ന ശവം കൂട്ടായെന്നെ. ഇരുത്തായിരുന്നു. നിനക്ക് എന്താണ് അവനോട് ഇത്ര ശത്രുത? അവൻ വരാത്തോണ്ടാണ് പള്ളി. ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോട്ട് അവൻ വരൂല എന്ന് പറയുന്നത്. തരം മനുഷ്യന്മാരാണെന്ന് പറയണത് ദൈവമേ. തൽക്കാലം എലിയെ കിട്ടിയാലും മതി പള്ളി. അഡ്ജസ്റ്റ് ചെയ്താണ്. അവള് വരാറില്ല, അതല്ല, ഇതെല്ലാം ഒരേ അച്ചില് വാർത്തതാ. ഇപ്പൊ സിറ്റിയിൽ റെഗുലർ ആയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ, പറയാതിരിക്കാൻ വയ്യ. അതിനെ അറിയുന്നുണ്ട് മള്ളി. എടാ എന്തൊരു വെള്ളത്തീടല്ലേ മീൻ കൊത്തും. എടാ നമ്മടെ വണ്ടി തന്നെ പുറകെ വന്ന് ഇടിച്ചു തെറിപ്പിക്കാടാ. ഹലോ, നമ്പർ സേവ് ആക്കാം. എന്നെ വിളിക്കാത്ത പോകരുത്, വെയിറ്റിംഗ് അഡ്രസ് മാറ്റാൻ വന്നതാ. ഞാൻ നിന്നെ വിളിച്ചിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങളെ കുടുംബ വീട്ടിന്റെ ഉള്ളിൽ എന്റെ മയിൽവാഹനം ഉള്ളിലാക്കി. ഞാനതൊന്ന് പോയി എടുക്കട്ടെ. എടുത്തോ. എന്റെ കുട്ടിയായിട്ട് പോണേ.
നിന്റെ കുട്ടിയായിട്ട് പോകണോ? നിനക്ക് കുട്ടി ഉണ്ടായില്ലേ? അല്ല ബേബി ഇല്ല, അതുകൊണ്ട് ഞാൻ അണ്ണന്റെ കൂടെ വരുന്നേ. അണ്ണന്റെ കൂടെ വരുന്നേ. അപ്പൊ അണ്ണനെ വിളിക്കാൻ മറക്കരുത്. ഇല്ല ഞാൻ വിളിക്കാൻ മറക്കൂല. ഞാൻ മുതുക്കിടെ ഉണ്ടാവും. അല്ല ഓൾ ദ ബെസ്റ്റ്. അടിക്കണേ. ബോഡി പോയോ? ഹലോ, ബോഡി കാണാനില്ല. മുങ്ങിത്തപ്പ് വാ. ഹലോ, ഇത് എവിടെ പോയി? ബാബു വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുവാണോ ഇനി? ഈശ്വര, ഇതെങ്ങനെ പൊങ്ങണേ? നീ എന്താ ചാടത്തെ കൂടെ എന്നിട്ട്? കരയിലും വെച്ച് മരുന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എടാ, എന്തിനാണോ പുറകെ ഇടിച്ചത്? എന്ത് കഷ്ടപ്പെട്ടാണ് ആ ബോഡി ഒപ്പിച്ചതെന്ന് അറിയോ നിനക്ക്? മീൻ കൊട്ടാൻ പോണില്ല, കിട്ടണം. ഇപ്പൊ പൊങ്ങും. അണ്ണ ഞാൻ മനപ്പുറം ഇടിച്ചല്ല, അണ്ണൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോ ബാക്ക് കൊണ്ട് ഇടിച്ചാണല്ലോ. പോണോ? ഇതാര് ബൂത്തിന്ന് വിളിക്കുന്നേ? ഇത് പിത്തഞ്ചിയുടെ ബോഡി അല്ല. ഹലോ പോടാ, എറണം കേട്ടാ. മുള്ളി വെള്ളത്തിൽ പോകാൻ ചാൻസ് ഇല്ല. മുള്ളി അറിയാവോ? വെള്ളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുന്നേ മൊത്തം മീനും ചേർത്ത് പൊങ്ങിയേനെ. അത് ശരിയാ. വെള്ളത്തിലില്ല, കരയിൽ നോക്കാം. എടാ, നിന്റെ തോളത്തിരിക്കുവല്ലായിരുന്നോ? അതെങ്ങനെ പോയി താഴെ? എനിക്കറിയില്ല മള്ളി. ഇനിയിപ്പം മരിച്ചെങ്കിലേ ആൾക്ക് റിഫ്ലക്സ് ഉള്ളതല്ലേ. എന്നാലും ഒരു വട്ടം ചത്ത ആളെ വീണ്ടും വെള്ളത്തിൽ മുക്കി കൊന്നല്ലോ നീ. വന്ന പടി. ഓക്കെ, വന്ന വഴി നോക്കാം. നമ്മൾ ഇടത്തുനിന്നായിരുന്നോ വലത്തുനിന്നായിരുന്നോ വന്നേ? എവിടെ ജയിച്ചിട്ടില്ലായ? ഞാൻ രണ്ടിടക്ക് ഹോൾഡില്ല, ഹോൾഡില്ല. പാലത്തിന്റെ ഇവിടെ നമ്മള് മണ്ടയിലാണ്. നമ്മള് മണ്ടയിലായിരുന്നു. അല്ലല്ലോ, നമ്മൾ ഇതുവഴിയാ വന്നതാ. ഇങ്ങനെ വന്ന നമ്മള്. ശരിയാ. അപ്പൊ ആദ്യത്തെ അണ്ണ അത് പട്ടിത്തിട്ടോ. മറ്റേ അതിന്റെ മണ്ടയിൽ അണ്ണ എടുത്ത് പറന്ന് ഓർമ്മ. ആ പറന്ന സമയത്താണോ പോയെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ചു നോക്കൂ എവിടെ ഉണ്ടെന്ന്. അയ്യോ, ബോഡിയാണല്ലോ ആള്. നമ്മളിതാ ഇവിടെ വേണം. ഇവിടെ പറഞ്ഞത് ഇതില്ലേ, ഇത് കൺഫേം വഴി പോയതാണ് മുള്ളി. ആണാ? ജീവൻ ഇല്ലാത്തത് കൊണ്ട് വിളിക്കാനും പറ്റൂലല്ലോ പുള്ളിക്ക്. അതാ പ്രശ്നം. ഇവിടെ ഉണ്ടോ നോക്ക്. കണ്ട, ഒരു ഡ്രോൺ വ്യൂ ആയില്ലേ ഇപ്പൊ? ഇല്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ല. അല്ല, നമ്മുടെ ഈ ജമ്പ് എടുത്തില്ലല്ലോ. ഈ ജമ്പ് എടുത്തായിരുന്നു നമ്മള്. എടുത്ത് രണ്ട് വണ്ടി ഒരുമിച്ചായിരുന്നു വന്നത്. നമ്മളിപ്പോ ബോഡിയും കൊണ്ടുവന്ന് ബി ജമ്പ് എടുത്തായിരുന്നോ? ശവം ഇരിക്കുന്നോണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. നമ്മള് ജമ്പ് എടുത്താ വന്നത്. എടാ ബാബു, നീ നാറ്റം പോണ എവിടെ വെച്ചാണ് അവിടെ എടുത്തെന്നാണ് അർത്ഥം. അപ്പൊ നീ ഒന്ന് മനസ്സ് നോക്കിയേ. അതെങ്ങനെ? ഞാൻ ഇല്ലായിരുന്നല്ലേ ഈ വണ്ടിയില്. എന്നാലും ഒരു ചീര കാണിക്കുമല്ലോ. നീ ചന്ദ്രനോട്ട് യാത്ര ചെയ്തിട്ടില്ലേ? മണം മതിയില്ലേ? ഏകദേശം അതുപോലെ ഒരു മണം. ഞാൻ അധികം സംസാരിക്കല്ലേ, അവരുടെ പാടായി. ആ ഒരു സൈഡിൽ അവർ അങ്ങനെയാക്കി ഇരുന്നോട്ടെ. എനിക്ക് മണം പോയി. എന്താണ് ബാബു നിനക്ക്? മിണ്ടാതിരുന്നാലും പണ്ടും മിണ്ടിയാലും പൊട്ടും. ബോഡി കാണാനില്ലേ? പതുക്കെ പതുക്കെ സെർച്ച് ചെയ്താൽ മതി, കിട്ടുമെന്ന്. ഞാൻ പതുക്കെ സെർച്ച് ചെയ്യാതെ പതുക്കെ പോണേ. ഇവിടെ നമ്മള് വന്നിട്ടേ ഈ റൂട്ട് പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് നമ്മൾ വന്നില്ല. മരിച്ച ആളല്ലേ. വാട്സ്ആപ്പ് ആൻഡ് അയച്ചിട്ടുണ്ട്. അക്കൗണ്ട് ലിങ്ക് ചേട്ടാ സ്റ്റീവ്. ഗൈസ്, ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഒറ്റ സെക്കൻഡ്.
പോകാൻ പറ്റില്ല. അത് വല്ലാത്തൊരു പ്രശ്നമുള്ള ആളാണത്. ഇനിയിപ്പം മരിച്ചു പോയെങ്കിലും മിന്നിയുടെ വല്ല സിറ്റിയിൽ വന്നെങ്കിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് കാണോ. വന്നിട്ടുണ്ടോ മിന്നിയുടെ സിറ്റിയില്? ഇന്നലെ ഇന്നലെ വന്നോ? മുള്ളി വീണ്ടും മരിച്ചോ? ഓടി തപ്പണല്ലോ. ഹലോ പോയി കേട്ടാ. ഐ തിങ്ക് വെളിയിലെ സംസാരിച്ചിട്ട് ആ ഓക്കെ ഓക്കെ. ഗൈസ്, ആ പുള്ളി ആക്ച്വലി ഇപ്പൊ കറന്റ് നമ്മൾ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി ഒരു കസിൻ ആയിട്ടുള്ളൊരു ആളാണ് വിളിച്ചത് നമ്മളെ. ഇപ്പോൾ ഞാൻ സംസാരിച്ചു, പുള്ളിയെടുത്ത് ഞാൻ സംസാരിച്ചപ്പം ആൾക്ക് തീരെ വയ്യ, വെന്റിലേറ്ററിലാണ്, സർജറി ചെയ്താലും കോമയിലായിരിക്കും എന്നാണ് പറയണേ. നേരിട്ട് കണ്ടുകൊണ്ടൂടെയാ എനിക്കത് എന്തോ പോലെയായി. പ്രാർത്ഥിക്കാനല്ല, വേറൊന്നും ചെയ്യാനില്ല. എടാ ബാബാ അതിന്റെ പോലെയാണ എന്റെയും പോടാ. എടാ ഇന്ന് വൈകുന്നേരം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ വണ്ടി ആക്സിഡന്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോൾ ആ ചേട്ടൻ ലൈവ് കണ്ടപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു പുള്ളി വെന്റിലേറ്ററിലാണ്, ഇനിയിപ്പോൾ സർജറി ചെയ്താലും പുള്ളി കോമയിലായിരിക്കും എന്നാണ് പറയണത്. എൻ്റെ ഗസ് കറക്റ്റ് ആയിരുന്നു, ഒരു 35 ആണ് പുള്ളിയുടെ ഏജ്. ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഒരുപാട്. ആ ഒരു ഇതിലൊക്കെ പോയെന്ന് വണ്ടിയിൽ. മാരീഡ് ആണോ? എനിക്കൊന്നും അറിഞ്ഞൂടാ കേസ്, എനിക്ക് വേറെ ഇതൊന്നും അറിഞ്ഞൂടാ. അവൻ്റെ അടുത്ത ബന്ധു അല്ല, കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബന്ധു. അപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞത് മാത്രം, അവന് നേരിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല, കുറച്ച് അകന്ന എന്തോ കസിൻ എന്തോ. എന്തായാലും കേസ് വേറെ നമ്മളിത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്കത് കണ്ടതിൻ്റെ ഒരു ട്രോമയാണ്, വേറെ ഒന്നുമല്ല. വിട് ചില്ലാവല്ലേ, ലീവ് ഇറ്റ്, പ്രേ ഫോർ ഹിം, പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എടാ എല്ലാരും എവിടെ ഉണ്ട്? ഹലോ എല്ലാരും എവിടെ ഉണ്ട്? ഗ്യാങ് ഹൗസിലുണ്ടോ? ആ ഓക്കെ. അയ്യോ മുള്ളി ഡെഡ് ബോഡി എടുക്കാൻ മറന്നുപോയി. ബോഡി എവിടെ? എയർപോർട്ടിന്റെ അവിടെ നിന്ന് മുള്ളി. ഞാൻ എടുത്ത് വണ്ടി കയറിയില്ലേ, അപ്പോഴത്തെ താഴെ പോയി കാണാൻ ഡൗട്ട് ഉണ്ട്. ഭാഗ്യം പറ്റി പോയില്ലല്ലോ. ഒന്നുകൂടെ മാർക്ക് ചെയ്തേ. ഇപ്പൊ വന്നു. സത്യം പറഞ്ഞോണ്ടല്ലോ, ഞാൻ ഒരു സമയത്തേക്ക് പെട്ടെന്ന് പേടിച്ചു കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് ഞാൻ ഈ ടോപ്പിക്ക് പറഞ്ഞോണ്ടിരുന്നപ്പോ ബോഡി എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോ മൈരി എനിക്ക് പാനിക് അറ്റാക്ക് ഒക്കെ വന്നു. പണ്ടാരം പറ ഞാൻ നിന്നെ ഏൽപ്പിച്ച ബോഡിയാണ് കേട്ടല്ലേ, നീ എടുത്തോണ്ട് വരെയുള്ള ബോഡിയായിരുന്നു. ഞാൻ പേടിക്കായിരുന്നല്ലേ. മറ്റൊരു ബാഡ് വൈബ് ആണ്. ഞാൻ നാളെ ബോഡി ആയിട്ട് വരാം. എടാ ഇല്ല ചില്ല നീ വല്ലപ്പോഴല്ല വരുന്നത്, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, എനിക്ക് ബാഡ് വൈബിന്റെ അല്ലടാ, അതൊക്കെ ഭയങ്കര ഇതായി പോയി എനിക്ക്. എനിക്ക് മനസ്സിലായി. നീ വന്നല്ലേ കോള് വിളിച്ചായിരുന്നു എന്നെ ആരെങ്കിലും? എടാ ഒരു വിളിച്ചോ നോക്കിയോട്ടെ. ഇത് നമുക്ക് പിന്നെ ചെയ്യാം. ചേട്ടൻ
ശരിക്കും ലൂസിയൊക്കെ എന്താ പറ്റിയത്? ആ എവിടെയാണ് ബാഡി? എവിടെയാണ്? എയർപോർട്ട്. മൊത്തത്തിലൊരു ബാഡ് അടിക്കുന്നുണ്ടോ? ഇല്ല ഓക്കെ. നീ വന്നതിന്റെ ഒരു ബാഡ് ഉണ്ടേ. ഇവിടെ എയർപോർട്ട് എടുത്തിട്ടാണ് ബാഡി. ഓ നമുക്ക് ഒരു കാര്യം ചെയ്യാം മള്ളി, ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് വരാം. നാളെ വന്ന് നമുക്ക് എടുത്തോണ്ട് ബാക്കി എല്ലാം സെറ്റ് ചെയ്യാട്ടോ. ഇന്ന് ഇതിന്റെ ഒരു മൂഡ് പോയി. നാളെ എടുത്തോണ്ട് വരാം നമുക്ക്. തൽക്കാലം ഇവിടെ കിടക്കട്ടെ. Stop this dead body RP at least. അയ്യോ ഗൈസ് ചില്ലാവ് ഗൈസ്. എൻ്റെ അമ്മോ, ഞാൻ എന്നെ വെറുതെ ഇതാക്കല്ലേ പ്ലീസ്. നമുക്ക് എന്നാ ഇത് നാളെ ചെയ്യാൻ ഗൈസ്. എന്നാ വേണ്ട, വെറുതെ വെറുപ്പിക്കണ്ട. എന്താ ഇപ്പൊ അയച്ചേന്നോ? ഞാൻ എന്താ അയച്ചേ? ശരിക്കും ലൂസിയൊക്കെ എന്താ ഇതോടെ ഒരുമിച്ചായിപ്പോയല്ലേ. എടാ നമുക്ക് ഡെഡ് ബോഡി ഒന്ന്. അതെ ഞാനും അതേ മള്ളി പറഞ്ഞേ. ഒരു മിനിറ്റ് മള്ളി, ഒന്ന് പുറകോട്ട് പോവോ? പോവാ. ഞാൻ കണ്ടോ അതെടുത്ത് ഞാൻ ഒരു മിനിറ്റ് കുറച്ച് സ്ട്രൈറ്റ് പോവോ? എങ്ങോട്ടാ? നമ്മൾ ജിംബിൽ തരത്തില്ലേ? ആ ഇതാ ഇവിടെ ബാക്കിലൊരു ജമ്പുണ്ട്. ഇതാണോ? അതല്ല, ഫ്രണ്ടിലോട്ട് പോ. ഫ്രണ്ടിലോട്ട്. ആ പർപ്പിളിന്റെ എവിടെ? സ്ട്രൈറ്റാ? റൈറ്റ് പർപ്പിൾ ലൈറ്റ് കിടക്കുന്നില്ലേ? ഇവിടോ? പുറകില് ലെഫ്റ്റ് കണ്ടോ പർപ്പിൾ ലൈറ്റ്? PP hold is lifted. കണ്ടില്ലേ? കണ്ടില്ലേ? നേരെ സ്ട്രൈറ്റ് കണ്ടില്ലേ? ഇതൊക്കെ എടാ തൽക്കാലം നമ്മള് മാത്രമേ അറിഞ്ഞാൽ മതി. നമുക്ക് അടുത്തുള്ളൊരു മോർച്ചറിയിൽ ഏൽപ്പിക്കാം. എയർപോർട്ടിൽ ഇട്ടിരുന്ന അകത്ത് ഇല്ലേ? ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. ആരും സൈഡിൽ കൂടെ ആശുപത്രി മാർക്ക് ചെയ്തരായ നമ്മുടെ മണി ടോപ്പിന്റെ അടുത്ത ആശുപത്രി മാർക്ക് ചെയ്യ്. അങ്ങോട്ട് വാ. நம்ம கேங்கோஸ் பக்கத்துல ஒரு ஷாப் இருக்குல்ல, ஷாப்பில் വെക്കാനേ പുള്ളിയെ എന്ത് വെട്ടി വെക്കാനാ? അവിടെ ഒരു ഫ്രീസർ ഇருக்கு, അതുக்குள்ள போட்டு വെച്ചலாம். മള്ളി കോച്ച് പറയുന്നത് മള്ളി നമ്മുടെ ഡിസ്പ്ലേ ഫ്രീസർ മീ വിട്ട് വെക്കുന്നില്ല, അതാ പറയുന്നേ. അതെ കോച്ച് റെസ്പെക്ട്. കോച്ച് ഞങ്ങളുടെ കൂടെ നടന്ന മനസ്സിലായ ഇറച്ചിക്കടലിൽ വെക്കാൻ എനിക്ക് പറ്റൂല. ഇവൻ வந்து ஏர்போர்ட்ல போட்டுட்டு போலான்னு சொன்னா அது ഇല്ല, എയർപോർട്ടിൽ നല്ല തണുപ്പുണ്ട്. ഇന്ന് കണ്ടിന്യൂ അല്ലെങ്കിൽ പറ്റത്തില്ല ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതുണ്ട്, നമുക്ക് വാറുണ്ട്. ഓൾറെഡി വൈകുന്നേരം സിറ്റുവേഷൻ ആയി. ഡ്രോപ്പ് ആക്കിയാൽ നമുക്ക് PVP ബാങ്ക് കിട്ടും. മനസ്സിലായി? നമുക്ക് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാൻ പറ്റത്തില്ല. രണ്ട് സൈഡിലും FRP ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ സിറ്റുവേഷനിൽ. നിങ്ങൾ നോക്കിയാൽ വൈകുന്നേരത്തെ സിറ്റുവേഷനിൽ രണ്ട് ടീമിന്റെ സൈഡിൽ നിന്ന് റീ എൻട്രി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എണ്ണീറ്റിട്ട് വീണ്ടും സിറ്റുവേഷൻ ട്രിഗർ ആയതാ. അപ്പൊ ആദ്യം അടിച്ചവര് വീണ്ടും പിന്നെ അടിച്ച്. മനസ്സിലായ? ആദ്യം അടിച്ചവര് വീണ്ടും പിന്നെ അടിച്ച. നമ്മുടെ കൂട്ടത്തിൽ നിന്നും അവരുടെ കൂട്ടത്തിൽ നിന്നും റീ എൻട്രി FRP വന്നതുകൊണ്ട് അഡ്മിൻ സൈഡ് അവര് ഇന്ന് പറഞ്ഞാണ് ഇന്ന് പ്രീവാർ അല്ലെങ്കിൽ വാർ അടിച്ച് ഇത് സിറ്റുവേഷൻ തീർക്കണം. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ഇന്നത്തെ ഈ സിറ്റുവേഷൻ. അപ്പൊ ഹോസ്പിറ്റലൊക്കെ ഭയങ്കര സെറ്റായി. ഹോസ്പിറ്റലോ? ഓ ഇതാണ് ഹോസ്പിറ്റല്. കണ്ട ഇതുവഴി കേറണേ. ഇപ്പുറത്തെ താഴത്തെ വെളിവെച്ച അഴിവില്ലടേ.
വേസ്റ്റ് കൂട്ടൊക്കെ ഐസ് വാരിട്ട് ഇങ്ങനെ വാ, 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 വാ. Respect. സാർ തൊട്ട് പറഞ്ഞാൽ തീർന്നു. ഹലോ അല്ല ഡോക്ടറെ ഡോക്ടർ ഒന്ന് വരണേ ഒന്ന് ഇങ്ങോട്ട് വരണേ. തുറന്ന് വിട്. പോലെ ബാബു പോലെ. പൈസ വരില്ലേ? ഡോക്ടർ ഉണ്ടോ? തുറന്ന് വിട് കുട്ടി. ഹലോ ഡോക്ടറെ സ്ട്രെച്ചർ എടുത്തിട്ട് സ്ട്രെച്ചറൊന്നും വേണ്ട, കൈ കൊണ്ട് കിടത്താൻ. ഹലോ എന്നെ തുറന്ന് വിട് സാർ. ഹലോ കുത്തി വെച്ചിരിക്കണ സാർ. ചെവി ആട്ടൂടെ കൂട്ടിയിട്ടിരിക്കട്ടോ എല്ലാരെയും. അല്ല പെട്ടോ ആ വന്ന് അയ്യോ സുപ്പീറേ അങ്ങ് വരുമോ? എന്തൊരു ഇത് എന്നെ തുറന്ന് വിടാൻ പറ. ഹലോ ഞാൻ പ്രാന്തനല്ല, എന്നെ തുറന്ന് വിട്. അകത്താരെ കുത്തി കെട്ടിയിട്ട് ചോക്കടിപ്പിക്കുന്ന കേട്ടോ അകത്ത്. അത് ഡെസ്ട്രോ ആണോ? ഹലോ ആ അല്ലല്ലേ. ഡോക്ടർ ഈ തോളത്ത് കിടക്കുന്നതാണ് പിത്തൽജി. ഞങ്ങളുടെ കുടുംബത്തിലൊരു മെമ്പർ ആയിരുന്നു. 3 മാസം മുമ്പ് പുള്ളി ഒരു 3 മാസം മുമ്പ് തായ്ലാൻഡിൽ വെച്ച് കടുവ അടിച്ച് മരിച്ചുപോയി. ഇപ്പോഴാണ് ബോഡി കിട്ടുന്നത്. അപ്പോ ഞങ്ങള് നമ്മുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെയൊന്നും അറിയിച്ചിട്ടില്ല ഈ മരണത്തിന്റെ കാരണം നമുക്കാണെങ്കിൽ ഇന്ന് അറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ ഈ ബോഡി ഒരു 24 hours ഇവിടുത്തെ മോർച്ചറിയിൽ ഒന്ന് വെക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഫെസിലിറ്റി ഉണ്ട്. ചോദിച്ചിട്ട് ഞാനിപ്പം പറയാം. ഡിസ്കൗണ്ട് അല്ല, ഒന്നെടുത്ത് ഫ്രീ ആണെങ്കിൽ നാളെ ഒരെണ്ണം കൂടെ എത്തിക്കാം. ബാബു അല്ല കുഴപ്പമില്ല. ഒന്ന് ചോദിച്ചിട്ട് പറയോ ഒന്ന്. എടാ PP ഹോൾഡ് മാറ്റിടാ, എല്ലായിടത്തും ഒന്ന് കേറാൻ പറഞ്ഞടാ ഒന്ന്. പറയടാ. അല്ല, ഈ മൊത്തത്തില് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയില് ആദ്യമായിട്ടാണ് മോർച്ചറിലേക്ക് ഉപയോഗം വരുന്നത് ഈ സിറ്റിയിൽ. എന്ത് കേട്ട് സത്യം അല്ല, ഇവിടെ ഇഷ്ടംപോലെ ശവങ്ങൾ വരാറുണ്ടോ? പിന്നെ കാണുന്നുണ്ടല്ലോ, പിന്നെ ശ്രദ്ധിക്കാതെ പോയി. ഇഷ്ടംപോലെ ശവങ്ങൾ വരാറുണ്ട് ഇവിടെ. നമ്മളെ കൊണ്ടുവരണേ. നമ്മള് തന്നെ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നത് നമ്മളല്ലേ. അതത്രല്ലോ വള്ളി. അപ്പൊ പിന്നെ ഇവിടെ ശവം വരായിരിക്കുവോ? ഗൈസ് MRC ഗ്യാങ് ഹൗസിൽ ഞാൻ പോവാം ഗൈസ്, ഉറപ്പായിട്ടും പോവാം. നമ്മൾ അങ്ങനത്തെ ഇതൊന്നും ഗ്രഡ്ജ് ഒന്നും കാണിക്കത്തില്ല ഗൈസ്. അതുകൊണ്ടല്ല, നമുക്കിന്ന് വൈകുന്നേരം ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ സിറ്റുവേഷൻ തീർത്തിട്ട് പോവാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്, മനസ്സിലായ? മുഖത്ത് ആ 2 വര മതി പിത്തൽജിയാണ്. പക്ഷെ പുള്ളിയുടെ തോട്ടിരുന്ന പൂച്ച കിട്ടിയില്ലേട്ടാ. പൂച്ച അങ്ങേർക്ക് ഒരുപാട് അടക്കാൻ നിർത്തി ഇങ്ങനെ കിട്ടിയത് തന്നെ വലിയ കാര്യം. പിന്നല്ലേ പൂച്ച ഇല്ല പുള്ളിയെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ 2 പേരും അതാ പറയാൻ വേണ്ടിയായിരുന്നു മെസ്സേജ് അയച്ചേ. അവളുടെ ഫേവറേറ്റ്സ് ഉള്ളവരാണെന്നാണല്ലോ വാസു. സോ അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. പിന്നെ പറയാൻ പാടില്ല എന്നാലും പറയുക. അവൾ കോണ്ടാക്ട് സേവ് ചെയ്തേക്കുന്ന കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. സോ അതാണ്. എന്തായിരുന്നു എന്റെ നെയിം സേവ് ചെയ്തിരുന്നത്? കോഴി വണ്ണെന്നും വല്ലതും ആണെന്ന് ഒന്ന് റിപ്ലൈ എല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിലുള്ള ആ വിഗ്രഹം വീണങ്ങ് ഉടയുമല്ലേ. കോഴി 1 കോഴി 2 നോക്കുമ്പോ ജോക്കി. അയ്യോ ഒന്നുമില്ല. എടാ മോർച്ചറി കൊണ്ടുപോയോ? ഹലോ സാർ, ഇത് മോർച്ചറി ആണോ? ഓ, ഇത് സൂപ്പർ മാർക്കറ്റ്. എങ്ങിട്ട് കൊണ്ടുപോയി കൊണ്ടിട്ടോ? ഏൽപ്പിച്ചോ? മോർച്ചറിൽ ഏൽപ്പിച്ചോ? ഹലോ ആണോ? ഓക്കെ, ഇത്ര പെട്ടെന്ന് കയറ്റിയോ മോർച്ചറിയില്? പിന്നെ ഡോക്ടർ എനിക്ക് പ്രാന്തില്ല. അവന് പ്രാന്ത്. എനക്ക് പ്രാന്തില്ല വിട്. ഹലോ കൂട്ടുകാർ ഫ്രണ്ട്സ്
ഫ്രണ്ട്സ് എല്ലാം പോയി എനിക്ക് ഭ്രാന്തില്ല സത്യമായിട്ടില്ല പുള്ളി കറക്റ്റ് ഹെഡ്ഫോൺ ഇട്ട് ഊരിയിട്ടില്ല ഇത് വേറെ കേസാണ് വാസു ലവ് ഹെഡ്ഫോൺ പോലും ചെവിയിൽ ഊരിയിട്ടില്ല. ഈ ശവം കൊണ്ട് ഇട്ടില്ലേ? ഹലോ ബ്രോ അത് ജീവനുള്ള ചവായിരുന്നു അയ്യോ മുള്ളി. പിന്നെ ആ, ബോഡി ആ, മുള്ളി ആ. നമ്മുടെ മോർച്ചറിയിലേക്ക് ഇപ്പുറത്തായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, മെഡിക്കൽ റൂം. അതിന്റെ ടേബിളിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചേ? നാളെ എടുക്കാൻ മുള്ളി, നല്ല തലപ്പുണ്ട്. ഇല്ലാതെ ഇനി അതിന് പൈസ അടച്ചിട്ട് അടയ്ക്കുന്ന എനിക്കത് എവിടെ വെച്ചിരിക്കും, നാളെ വന്ന് എടുക്കാം. എന്തൊക്കെ തരം ആൾക്കാരിത്.